എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് മൊബൈൽ എടുത്തു നോക്കുമ്പോൾ ഒരു വീഡിയോ കണ്ടു. ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഇടയിൽ ആ ഒരു ചെറുപ്പക്കാരൻ വീണു മരിച്ചു പോകുന്നത് എന്നാലോചിക്കേ. ഓണം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തൊരു സഹോദരൻ വീണു മരിച്ചു പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, സഹോദര, അള്ളാഹു തന്ന ആയുസ് എപ്പോൾ എവിടെ വെച്ചാണെന്നറിയില്ല, എപ്പോഴെവിടെ വെച്ചാ ഏത് സമയത്താ. കഴിഞ്ഞ വർഷം വയലിന് വരുമ്പോൾ ഇവിടെ മൈക്ക് സെറ്റുകാരനായിരുന്നിട്ട് ഇവിടെ ഈ പരിപാടിയിലിരുന്ന സഹോദരൻ ഇന്ന് ഖബറിൻ്റെ അകത്താ. ഖത്തീബ് ഉസ്താദ് പറഞ്ഞു, ഉസ്താദെ, ഭാര്യ ഗർഭിണിയാ, പ്രസവിക്കാൻ സമയമായി. ഭാര്യ പ്രസവിക്കാൻ സമയം, കുഞ്ഞിനെ പോലും കണ്ടിട്ടില്ല. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ, അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും മനസ്സിലാക്കേണ്ടത്, നമ്മൾ സൂക്ഷിക്കണം. എപ്പോഴെവിടെ വെച്ചാണ്, എങ്ങനെയാണ് മരണം നമ്മളെ തേടി വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് നന്മകൾ ചെയ്യാൻ കഴിയണം. എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ ആ നന്മകൾ ചെയ്യുകയും അൽഹംദുലില്ലാ ഒരു നല്ല മരണത്തിന് വേണ്ടി തയ്യാറാവുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ആ പ്രവാചകനോടുള്ള മഹബത്ത് അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു തരുമാറാകട്ടെ. അർഹമുറഹീമായ പടച്ചവനെ, ദയാലുവായ അല്ലാഹ്, നാളെ ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹുവേ. ഈമാനില്ലാത്ത മരണം ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ നന്മ ചെയ്യുന്ന സമയത്ത് നല്ല സ്ഥലത്ത് കിടന്നു മരിക്കാൻ നീ ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, ആ ഖുർആനിനെ ബഹുമാനിക്കണേ, അതിനെ ആദരിക്കണേ, അതിനെ സ്നേഹിക്കണേ, അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണേ. അത് നബിതങ്ങളോടുള്ള മഹബത്തിൻ്റെ അടയാളമാ. അതാണ് നബിതങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ ഒരടയാളമതാ. രണ്ട്, പെങ്ങളെ, നബിതങ്ങളെ ഇഷ്ടപ്പെടണേ ഉമ്മാ. മുത്തുനബിയോട് വല്ലാത്ത സ്നേഹമായിരിക്കണം. പ്രവാചകനെ നമ്മുടെ ജീവന്റെ ജീവനക്കാര് സ്നേഹിക്കണം. അള്ളാഹുവിന്റെ റസൂലിനോട് വല്ലാത്ത സ്നേഹം. വാപ്പയെക്കാല്, ഉമ്മയെക്കാല്, ഭാര്യയെക്കാല്, മക്കളെക്കാല്, സ്വന്തം ജീവനക്കാല് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ തങ്ങളോട് പറഞ്ഞു കൊടുത്തല്ലോ, ഉമറേ, എൻ്റെ ജീവനക്കാല് നീ എപ്പോഴാണോ എന്നെ ഇഷ്ടപ്പെടുന്നത്, നിന്റെ ജീവനക്കാല് എപ്പോഴാണോ നീ എന്നെ ഇഷ്ടപ്പെടുന്നത്, അപ്പോഴാണ് നീ ഒരു യഥാർത്ഥ വിശ്വാസിയാകുന്നതെന്ന് നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകന് ഹൃദയത്തിന്റെ ഉള്ളറയിലെ രാജകുമാരനാക്കുമോനെ, റോൾ മോഡലാക്കുമോനെ. നബിതങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരാ. അള്ളാന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടിരുന്നത് സ്വഹാബത്തിന്റെ ചരിത്രമാണല്ലോ. സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഒരിക്കൽ നബിതങ്ങളുടെ മുമ്പിലൂടെ സൗബാൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സൗബാൻ എന്ന് പറയുന്ന സുന്ദരനായ ചെറുപ്പക്കാർ നബിതങ്ങളുടെ മുമ്പിലൂടെ നടക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാണ്. കാരണം എന്തേ കന്നറിയുമോ? കരയാനുള്ള കാരണം എന്തെന്നറിയുമോ? എല്ലും തോലുമായിരിക്കുകയാണ്. കണ്ണു കുഴിഞ്ഞു പോയി, എല്ലും തോലുമായി മാരക രോഗം പിടിച്ച ഒരു മനുഷ്യനെ പോലെ ആ സുന്ദരനായ ചെറുപ്പക്കാരനങ്ങ് മാറിയിരിക്കുകയാണ്. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, സൗബാ, എന്തു പറ്റി സൗബാർ? നിനക്ക് വല്ല രോഗവുമുണ്ടോ സൗബാർ? ഇല്ല നബിയേ, എനിക്കൊരു രോഗവുമില്ല നബിയേ, എനിക്കൊരു അസുഖവുമില്ല നബിയേ. പിന്നെ എന്തേ നീ ഇങ്ങനെയായത്? ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നബിയേ, ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ. അള്ളാന്റെ റസൂല് ചോദിച്ചു, എന്തേ കാരണം? ടെൻഷനാ നബിയേ, ടെൻഷനാ നബിയേ. അള്ളാന്റെ റസൂല് ചോദിച്ചു, എന്തേ ഇത്ര വലിയ ടെൻഷൻ? എന്തേ? സൗബാനിന്റെ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുമ്പിലിരിക്കുമ്പോ, അങ്ങയെ കാണുമ്പോ, അങ്ങയുടെ കൂടെ നടക്കുമ്പോ എനിക്കൊരു ടെൻഷനുമില്ല, ഒരു സങ്കടവുമില്ല. അങ്ങയെ കാണാതെ വന്നാ വല്ലാത്ത ബേജാറാണ് നബിയേ. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നബിയേ, ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ. ഒന്ന് കാണാതെ വന്നപ്പോ ഇത്രയും ടെൻഷനാണ്. സൗബാനിന്റെ ടെൻഷൻ എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂല് നാളെ പരലോകത്ത് വരുമ്പോ എന്നെ തിരിച്ചറിയുമോ അല്ലാ
എനിക്ക് റബ്ബ് സ്വർഗം തന്നാലും ഞാൻ ഏറ്റവും അടിയിലും നബിതങ്ങൾ ഏറ്റവും ഉയർന്ന പദവിയിലാണല്ലോ. ആ ചെറുപ്പക്കാരന്റെ ടെൻഷൻ എന്താ? നാളെ സ്വർഗത്തിൽ പോയാ ഞാൻ ഏറ്റവും താഴെയും നബിതങ്ങൾ മുകളിലും ആയിരിക്കും, എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. ആ ടെൻഷൻ കാരണമാണ് ആ സ്വഹാബി എല്ലും തോലുമായി പോയത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമുക്ക് വല്ല ടെൻഷനും ഉണ്ടോ? നമുക്കാകെ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, മൂലുതൂതുക, എന്നിട്ട് മടക്കി വെക്കുക. വർഷത്തിൽ 12 ദിവസം ആണ്ട് നടത്തുന്നത് പോലെയുള്ളതല്ല ആത്മാർത്ഥ സ്നേഹം. അത് മരണം വരെ ഉണ്ടാകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അത് മരണം വരെ ഉണ്ടാകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നബിതങ്ങൾ നമ്മളെ കാണാൻ വരണം. നമ്മൾ മരിക്കുമ്പോൾ നബിതങ്ങൾ നിങ്ങളുടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് വേണം നമുക്ക് മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരുപാട് മുത്തുനബി അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹിൻ്റെ റസൂലിനെ നമ്മൾ സ്നേഹിച്ചാൽ, ആ നബിതങ്ങളെ സ്നേഹിക്കുമെങ്കിൽ നിന്റെ മരണസമയത്ത് നബിതങ്ങൾ വരും. മരിക്കുന്നതിന് മുമ്പ് നബിതങ്ങളെ കാണാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതിന് നീ തലകുത്തി മറിയണ്ട. ആ നബിതങ്ങളെ ഒന്ന് സ്നേഹിച്ചാൽ മതി. സാമ്പത്തിക സഹായമൊന്നും വേണ്ട. ആ നബിതങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ എന്തെങ്കിലും ഒരു ബന്ധം, അൽഹംദുലില്ലാഹ്, ഒന്നുമില്ലെങ്കിലും ഒരു സ്വലാത്ത് പറയുന്ന ബന്ധമെങ്കിലും, നബിതങ്ങളുടെ പേര് പറയുമ്പോഴെങ്കിലും ഒരു സ്വലാത്ത് പറയുന്ന ബന്ധമുണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആ നബിതങ്ങളെ ഒന്ന് കാണാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം നമുക്കറിയാഞ്ഞിട്ടാ. എല്ലാ ദിവസവും പറയണം നബിതങ്ങളുടെ പേര് സ്വലാത്ത്. അത് 10 10, 100 100, എത്ര പറയാൻ കഴിയുമോ? അത് തമാശയ്ക്ക് പറഞ്ഞാലും കാണാൻ പറഞ്ഞാലും കേൾക്കാൻ പറഞ്ഞാലും പ്രതിഫലമല്ലേ? സ്വലാത്ത് പറയുന്നവരെ എത്രത്തോളം നബിതങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, മലക്കുകൾക്ക് ഇഷ്ടമാ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ ഉസ്താദ് ഈ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് സ്വലാത്ത് പറഞ്ഞാൽ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നബിതങ്ങളുടെ സ്വലാത്തിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരൊറ്റ ആയത്ത് പഠിച്ചാൽ മതി. എന്താ അല്ലാഹു പറയുന്നേ? അല്ലാഹു പറയുകയാ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്, ഞാനും എൻ്റെ മലക്കുകളും. എടോ, നിസ്കാരം വലിയ ഫർളായ കാര്യമാണ്. അല്ലാഹു പറഞ്ഞോ, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, എൻ്റെ മലക്കുകളും നിസ്കരിക്കുന്നുണ്ട്, നിങ്ങളും നിസ്കരിക്ക്. അല്ലാഹു പറഞ്ഞോ, ഞാൻ ഹജ്ജ് ചെയ്ത് എൻ്റെ മലക്കുകളും ഹജ്ജ് ചെയ്യുന്നുണ്ട്, നിങ്ങളും ഹജ്ജ് ചെയ്യ്. ഞാൻ നോമ്പ് പിടിക്കുന്നുണ്ട്, എൻ്റെ മലക്കുകളും നോമ്പ് പിടിക്കുന്നു, നിങ്ങളും നോമ്പ് പിടിക്ക്. ഞാൻ സക്കാത്ത് കൊടുക്കുന്നു, എൻ്റെ മലക്കുകളും സക്കാത്ത് കൊടുക്കുന്നു, നിങ്ങളും കൊടുക്ക് എന്നൊന്നും അല്ലാഹു പറഞ്ഞില്ല. ആകെ അല്ലാഹു പറഞ്ഞ ഒരു കാര്യം, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു പറയുന്നു, ഞാൻ ചെയ്യുന്നുണ്ട്. അർത്ഥം വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സ്വലാത്ത് പറയുന്നുണ്ടെന്നല്ല അർത്ഥം. അള്ളാഹു സ്വലാത്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കരുണ, റഹ്മത്ത്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹു ചെയ്യുന്നുണ്ട്. മലക്കുകൾ നബിതങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. നമ്മൾ നബിതങ്ങളുടെ മേലെ സ്വലാത്ത് പറയണം. അതാ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവും അവൻ്റെ മലക്കുകളും ചെയ്യുന്നു, നമ്മളും ചെയ്യുക. ഏക കാര്യം സ്വലാത്താ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നബിതങ്ങളുടെ മുമ്പിൽ മഹാനായ മുഖറബുൽ അംലാഖ്, മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം നബിതങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. അള്ളാന്റെ റസൂൽ ചോദിച്ചു, എന്തേ അസ്റായീലേ? നബിയേ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ. നബിയേ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ. നിങ്ങളുടെ മേലെ സ്വലാത്ത് പറയുന്നവരെയും എനിക്ക് വല്ലാത്ത ഇഷ്ടമാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുന്നവരെ, നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുന്നവരെ മലക്കുകൾക്ക് ഇഷ്ടമാ. എന്തേ പ്രതിഫലം? വണ്ടിയിൽ പോകുമ്പോ, നടന്നു വരുമ്പോ എപ്പോഴും കയ്യിലെ തസ്ബീഹ് ഇട്ടുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ. വെറുതെയാകില്ല വാപ്പമാരെ, വെറുതെയാകില്ല പെങ്ങന്മാരെ. അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അതാ അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ, ഞാൻ അവരെ മറക്കില്ല നബിയേ, ഞാൻ അവരെ മറക്കില്ല നബിയേ. അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാ, അന അഖ്ബിദു റൂഹഹു കമാ അഖ്ബിദുൽ അർവാഹുൽ അംബിയാ.
70,000-ഓളം വരുന്ന ഒരു സൈന്യവുമായി ഖാബിദുൽ അർവാഹ് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. കാലിന്റെ തള്ളവിരൽ മുതൽ പിടിക്കാൻ തുടങ്ങുകയാണ്. എന്തൊരു വേദനയാണെന്നറിയുമോ? എന്തൊരു വേദനയാണെന്നറിയുമോ? റബ്ബേ, ഏറ്റവും വലിയ വേദന തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോഴാ. അസ്റായിലാണ് തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്നത്. 70,000 മലക്കുകൾ കയ്യും കാലും പിടിച്ചു വെക്കും വാപ്പാ. എന്തൊരു വേദനയാ പെങ്ങളെ. പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെങ്ങള്, ഒരു ഡോക്ടറും 2 നേഴ്സുമാരുമാണ് നിന്നെ പിടിച്ചത്. എന്നാൽ 70,000 മലക്കുകൾ പിടിച്ചു വെക്കണമെങ്കിൽ എന്തൊരു വേദനയാ മോനെ. നബിതങ്ങൾ എഴുന്നേറ്റല്ലോ, തിരിഞ്ഞും മറിഞ്ഞും കിടന്നല്ലോ, വെള്ളത്തിൻ്റെ അകത്ത് കൈയിട്ട് വെള്ളം കോരി മുഖത്തൊഴിച്ചല്ലോ. എന്തിനാ? മരണത്തിന്റെ വേദന സഹിക്കാൻ പറ്റാതെ അസ്റായിലേ, അസ്റായിലേ, ഒന്ന് പതുക്കെ പിടിക്കുക അസ്റായീൽ, എനിക്ക് വേദനിക്കുന്നു അസ്റായീൽ. അറിയില്ല നബിയേ, അറിയില്ല നബിയേ, ഇതിനെക്കാളും മയമായി പിടിക്കാൻ എനിക്കറിയില്ല. ആ മരണത്തിന്റെ വേദന കഠിനമാണ് സഹോദരാ. സ്വലാത്ത് പറയുന്നവന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അനാഖുബിദു റൂഹഹു കമാ അഖുബിദുൽ അർവാഹുൽ അംബിയാ. പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ, പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ ഞാൻ അവരുടെ റൂഹ് പിടിപ്പിക്കും നബിയേ. ഞാൻ വേദനിപ്പിക്കില്ല നബിയേ, ഞാൻ വേദനിപ്പിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്നവന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്. അവന്റെ മരണവേദന കുറയുകയാണ്, അവന്റെ മരണവേദന കുറയുകയാണ്. മീകായിൽ എന്ന് പറയുന്ന മലക്കു പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ വല്ലാത്ത ദാഹമാ, വല്ലാത്ത ദാഹമാ. ചെമ്പിന്റെ തറയിലാ ഉമ്മ, ഒരു ചാണ് മുകളിൽ സൂര്യനാ പെങ്ങള്, ചെരുപ്പില്ല, ഉടുതുണിയില്ല. അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ മീകായിൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, അനാസ്കീഹി മിൻ ഹൗദിക യാ റസൂലല്ലാഹ്, ഞാൻ കൊണ്ടുവരും നബിയേ. സ്വലാത്ത് പറഞ്ഞവന്, സ്വലാത്ത് പറഞ്ഞവള് ഞാൻ കൊണ്ടുവരും നബിയേ. ഹൗദുൽ കൗസറിന്റെ ചാരത്തേക്ക്, ഹൗദുൽ കൗസറിന്റെ ചാരത്തേക്ക് ഞാൻ അവരെ കൊണ്ടുവരും നബിയേ. ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യമാ. ചെറുപ്പക്കാരാ പറയുമോ മോനെ? മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറയുമോ മോനെ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ മുഴുവനും നടക്കുകയാണ്. യാ വൈലത്താ, യാ ഹസ്റത്താ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കുന്ന കോടതിയുണ്ടല്ലോ. യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി വ സ്വഹിബതിഹി വ ബനി. ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത ദിവസം, ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത ദിവസം. വാപ്പയ്ക്ക് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, ഭർത്താവിന് വേണ്ട, മക്കൾക്ക് വേണ്ട, കൂടപ്പറപ്പിന് വേണ്ട, കൂട്ടുകാർക്ക് വേണ്ട, ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാത്ത അല്ലാഹുവിന്റെ കോടതിയിൽ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് കരയുകയാണ്. അല്ലാഹു പറയുന്നു, എഴുന്നേക്ക് ഇസ്രാഫീൽ, എഴുന്നേക്ക് ഇസ്രാഫീൽ. എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? അല്ലാഹുവേ, അന അസ്ജുദു ലില്ലാഹി തആല മാ അർഫഉ റസി ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. അങ്ങയുടെ
നബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ, നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ സിറാജിന് പുറത്തു കൊടുക്കാതെ, സിറാജിന് പുറത്തു കൊടുക്കാതെ എന്റെ തല ഞാൻ ഉയർത്തില്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സുജൂദിൽ കിടക്കുകയാ. സ്വലാത്ത് പറഞ്ഞവന് വേണ്ടി പെങ്ങളെ നിനക്ക് സ്വർഗം കിട്ടാൻ നൊന്ത് പ്രസവിച്ച മക്കള് തിരിഞ്ഞു നോക്കാത്ത ദിവസം റബ്ബേ എന്റെ ഉമ്മാനെ ഒന്ന് മലത്തി കടത്തി തരുമോ അല്ലാ, നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടെ എന്ന് പൊന്നാര മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് നമുക്ക് വേണ്ടി സുജൂദിൽ കിടന്ന് കരയും ചെറുപ്പക്കാരാ. സ്വലാത്തിന്റെ മഹത്തമാ നബിയേ, മുത്തുനബിയുടെ സ്വലാത്തിന്റെ മഹത്തമാ. ഉപ്പമാരേ, നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്തുണ്ടല്ലോ, അല്ലാഹുവേ വല്ലാത്ത ഒരു പാലമാ, വല്ലാത്ത ഒരു പാലമാ. നബിതങ്ങൾ പറയുകയാണ്, നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയ വാളിന്റെ അഗ്രഭാഗത്തിനെക്കാളും മൂർച്ചയുള്ള ഒരു മുടി ഏഴായിട്ട് കീറിയാൽ എത്ര നേർമയുള്ളതാണോ അതുപോലെയാണ് സിറാത്ത്. വല്ലാത്ത ഇരുളാ നരകത്തിന്റെ മുകളിലാ കെട്ടിയിട്ടിരിക്കുന്നത്. 70,000 കൊല്ലം കയറ്റം, 70,000 കൊല്ലം ഇറക്കം, 70,000 കൊല്ലം നിരപ്പ്. ഈ പാലം കടന്നു വേണം സ്വർഗത്തിൽ പോകാൻ. അല്ലാഹുവേ, ആ പാലത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോ, കേറാൻ പേടിച്ച് നിൽക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അനാഹിദം ബിയദിഹി വയമുറു അല സിറാത്ത്. പിടിക്കടാ മോനെ, എന്റെ കയ്യിൽ പിടിക്കടാ. എന്തിനാ പേടിക്കുന്നത്? മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരെ, എന്റെ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ടവരെ, എന്റെ കയ്യിൽ പിടിക്ക്, എന്റെ കയ്യിൽ പിടിക്ക്. അവിടുന്ന് കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അവിടുന്ന് ചരിത്രം പറയുമ്പോ, ഇന്ന് ഞാൻ ഇവിടെ വഴുതു പറയുമ്പോ സഹോദരാ, എനിക്ക് എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാർ, അതിന്റെ വാപ്പ ഇന്ന് പടച്ചവനെ തിരുവനന്തപുരം യഥാ ഹോസ്പിറ്റലിന്റെ വെന്റിലേറ്ററിലാണ്. അല്ലാഹുവേ, ഇന്നലെ ബോധം കെട്ടുന്ന താഴെ വീണ സഹോദരാ, പെട്ടെന്ന് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു. തലയ്ക്കകത്ത് വലിയ ഒരു മുഴയാണ്. ഇന്നലെ രാത്രി സർജറി കഴിഞ്ഞു. അല്ലാഹുവേ, ആ ഉപ്പാനെ രക്ഷപ്പെടുത്തണേ അല്ലാ, കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ മഖാമിൽ കിടക്കുന്ന വലിയന്റെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. എപ്പോഴും പറയും തലവേദനയാ, തലവേദനയാ. സഹോദരാ, ഇത്രയേ ഉള്ള സഹോദരാ, എന്തെല്ലാം പരീക്ഷണങ്ങളാണ്, എന്തെല്ലാം രോഗങ്ങളാണ്. കരട് മാറ്റിവെക്കുന്നവർ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, കിഡ്നി രോഗികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്തെല്ലാം രോഗങ്ങളാണ്. ഈ സദക്ക നമുക്കൊരു വലിയ പ്രയോജനമാ, ഈ സദക്ക നമുക്കൊരു വലിയ പരിചയാ. നബിതങ്ങൾ പറഞ്ഞു, ആ സദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ ഉസ്താദേ, രോഗമാണ്, ഏതു മരുന്ന് കഴിച്ചിട്ടും എൻ്റെ രോഗം മാറുന്നില്ല, വേദന മാറുന്നില്ല, കാണിക്കാൻ ഇനി ഒരു ഡോക്ടറുമില്ല. സങ്കടം പറയുന്ന ഉമ്മാ, നബി തങ്ങൾ ഒരു മരുന്ന് പറഞ്ഞു തരുന്ന ഉമ്മാ. ഉപ്പമാരോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു മരുന്ന് പറഞ്ഞു തരുന്നുണ്ട്, മുത്തുനബി ഒരു മരുന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഏതാ മരുന്നെന്നറിയുമോ? ഏതാ മരുന്നെന്നറിയുമോ? അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ
അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവര് രോഗങ്ങളെ സദക്ക കൊണ്ട് ചികിത്സിക്കുന്നവരാ. അതുകൊണ്ട് പള്ളിക്ക് വേണ്ടിയാണ് നല്ല മനസ്സോടെ അവരവരുടെ കയ്യിലുള്ളത് കൊടുക്ക. അല്ലാഹുവേ, ഈ സദക്ക കൊടുക്കുന്നവരെ കൈവിടല്ലേ അല്ലാ. മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ റബ്ബേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ കൊടുക്കുന്ന സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ. സഹോദരാ, ോടുള്ള മഹബത്തിന്റെ അടയാളമാണ് അവിടുത്തെ സ്വലാത്ത് ജീവിതത്തിന് മുറുകെ പിടിക്കുന്നത്. സ്നേഹിക്കും മക്കള്, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്ക്. റബ്ബേ, നബി തങ്ങളുടെ ശഫാഅത്ത് നൽകണേ അല്ലാ. നബി തങ്ങളുടെ ശഫാഅത്ത് നൽകണേ അല്ലാ. നബി തങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. ഈ മജ്‌ലിസ് അതിനൊരു സബബാക്കണേ അല്ലാ. സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലവാ. അതുകൊണ്ട് മുടങ്ങാതെ എപ്പോഴും നമ്മുടെ നാവ് കൊണ്ട് സ്വലാത്തുകൾ ഇങ്ങനെ പറഞ്ഞ് നനപ്പിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് നബിതങ്ങളെ സ്വപ്നം കാണാനുള്ള വഴി ഖുർആനിലെ 2 ആയത്തുകൾ ഇന്ന് രാത്രി മുതൽ ഓതാൻ തുടങ്ങണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഏതാ 2 ആയത്തുകൾ? എൻ്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തു തൗബ ബിസ്മി ഇല്ലാത്ത സൂറത്ത. ബിസ്മി ഇല്ലാത്ത സൂറത്താണ് സൂറത്തു തൗബ. ആ സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ 2 ആയത്തുകൾ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന് തുടങ്ങുന്ന 2 ആയത്തുകളുണ്ട്. സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ 2 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇന്ന് മുതൽ എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും നിങ്ങൾ പാരായണം ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാൻ അള്ളാഹു ഭാഗ്യം തരും. ചരിത്രമാണ് അതിന് തെളിവ്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞതും കേട്ടതും അള്ളാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ നിങ്ങളെയൊക്കെ കാണാനും മജ്‌ലിസിൽ വരുവാനും അൽഹംദുലില്ലാ മഹാനവരുടെ ഉറൂസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ ഒരു സന്തോഷമായി, ഒരു ബറക്കത്തായി കാണുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഇതുപോലെ വരുവാനും പറയുവാനും കേൾക്കുവാനും ദുആ ചെയ്യുവാനും അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം തരുമാറാകട്ടെ.